പാലക്കാട് ഇത്തവണ LDFിന്റെ തേരോട്ടമാകുമെന്ന് ഡോക്ടർ പി സരിൻ. വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും അവസാന ലാപ്പിൽ മുഖ്യമന്ത്രി കൂടി എത്തുമ്പോൾ വിജയം ഉറപ്പെന്നും സരിൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. വലിയ സ്വീകരണമാണല്ലോ എല്ലായിടത്തും. നമ്മളെല്ലാവരുമായിട്ട് ഇടപഴകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 4 ആഴ്ചയായില്ലേ. എല്ലാവർക്കും നമ്മൾ സുപരിചിതനാണ്. ഡോക്ടർ എന്ന് പറയുന്ന രീതിയിലും സരിൻ എന്നുള്ള പറയുന്ന രീതിയിലുമൊക്കെ പലർക്കും മുമ്പ് അറിയുന്നവരുമാണ്. പാലക്കാടുകാരാണല്ലോ എല്ലാവരും. മുമ്പും തേരിന് പങ്കെടുത്തിട്ടുണ്ട്, തേര് വലിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയുള്ള ഒരു സന്തോഷം, ഇത്തവണ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയെന്നുള്ള സന്തോഷം വലിയ കാര്യമായിട്ടുണ്ട്. സന്തോഷം കണ്ടല്ലോ അല്ലേ. എടുക്കാം, ഇവിടുന്ന് എടുക്കാം. അപ്പോൾ ആളുകൾ ദൂരസ്ഥലത്തു നിന്ന് കൂടി ഇത്തവണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂടായതുകൊണ്ട് എനിക്ക് തോന്നുന്നു പാർട്ടിയുടെ പ്രവർത്തകർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാ പാർട്ടിയുടെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശം കൂടി തേരിനെ പോസിറ്റീവായിട്ട് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് ഒരു പ്രചരണം. ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക്, ഈ അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ ആത്മവിശ്വാസം എങ്ങനെയാണ്? ആത്മവിശ്വാസം കൂടുതൽ തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളാണ് ഈ ആത്മവിശ്വാസം നമുക്ക് പകർന്നു നൽകുന്നത്. അവർക്കറിയാം ഇത് ജയിക്കാൻ വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ജനങ്ങളുടെ താല്പര്യത്തിനൊപ്പം നിൽക്കുന്നവരെ കൂടെ നിർത്തേണ്ട തെരഞ്ഞെടുപ്പാണ്. അങ്ങനെയുള്ളൊരു തെരഞ്ഞെടുപ്പിൽ അവർക്കറിയാം ആരെ വിജയിപ്പിക്കണം. ആ വിജയത്തിന് വേണ്ടുന്ന തീരുമാനങ്ങൾ അവർ മനസ്സിലെടുത്തു കഴിഞ്ഞു. അടുത്ത ഒരാഴ്ചയുള്ള പ്രചരണങ്ങളും അവരുടെ തീരുമാനത്തെ ഉറപ്പിക്കുന്ന രീതിയിൽ മാത്രം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനും മുഖ്യമന്ത്രി വരുന്ന 6 പൊതുപരിപാടികൾ പാലക്കാട് സംഭവിക്കുന്നതോടുകൂടി തന്നെ വ്യക്തമായി LDFിന്റെ വികസന രാഷ്ട്രീയം എന്താണെന്നും പാലക്കാടിന് അതെങ്ങനെ ഗുണം ചെയ്യുമെന്നുള്ള അജണ്ട സെറ്റ് ചെയ്യപ്പെടും. ഈ തേര് കുതിക്കുന്ന പോലെ കുതിക്കുമോ? പിന്നെന്താ, സംശയം എന്താ? തേരോട്ടം നടത്തും പാലക്കാട് നമ്മൾ. ഒരു തേരോട്ടം തന്നെയായിരിക്കും. പിന്നെന്താ, ഒരു സംശയമില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തവണ ഒരു തേരോട്ടം തന്നെയായിരിക്കും പാലക്കാട് എന്ന വലിയ പ്രതീക്ഷയാണ് ഡോക്ടർ പി സരിൻ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം മനു മാടപ്പാട്ട്, കൈരളി ന്യൂസ്.